എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 123 വർഷം പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ്. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ കൊരട്ടി അങ്ങാടി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. ഇന്നൊരു 12 മണിയോട് കൂടിയിട്ട് ഇവിടെ വളരെ ദുഃഖകരമായിട്ടൊരു സംഭവം ഉണ്ടായി. 2 സ്ത്രീകൾ, ഒരാൾ മംഗലശ്ശേരി സ്വദേശിയുള്ള സാവിത്രി ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വയോധിക 73 വയസ്സുണ്ട്. മറ്റൊരാൾ കൊരട്ടി JTS ജംഗ്ഷനിൽ താമസിക്കുന്ന സീന ഷാജഹാൻ, ഒരു 56 വയസ്സിൻ്റെ അടുത്തുണ്ടാവും. രണ്ടുപേരും അവിടെ നിന്ന് JTSൻ്റെ ഭാഗത്തുനിന്ന് വന്ന് ഈ റെയിൽവേ ട്രാക്ക് മുറിച്ച് ഇപ്പുറത്തെ ദേവമാത ഹോസ്പിറ്റൽ റോഡിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഏകദേശം ഒരു 12 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അവർ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കുകളുടെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ട്രാക്ക് ഉയർന്നും തൃശ്ശൂർക്ക് പോകുന്ന വടക്കേ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്ക് ഉയർന്നും തെക്കോട്ടേക്ക് പോകുന്ന ട്രാക്ക് താഴ്ന്നുമാണ് ഇരിക്കുന്നത്. ഒരു ട്രാക്ക് ഉയർന്നും ഒരു പ്ലാറ്റ്ഫോം താഴ്ന്നുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ JTSൻ്റെ അവിടെ നിന്ന് വരുന്ന ആളുകൾ ഇപ്പുറത്തെ വശത്തേക്ക് കടക്കാൻ വരുമ്പോൾ ഇവിടെ ഒരു ഇടഭിത്തിയുണ്ട്. ഒരു പക്ഷേ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ, അതായത് തെക്കോട്ട് പോകുന്ന ട്രാക്കിൽ കൂടെ ട്രെയിൻ പോകുന്ന സമയത്ത് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വടക്കോട്ടേക്ക് പോകുന്ന ട്രെയിൻ ഒരു കാരണവശാലും അതിൻ്റെ ശബ്ദമോ മറ്റൊന്നും അറിയാൻ സാധിക്കില്ല. ഇന്നും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. 2 സ്ത്രീകളും മുകളിലേക്ക് കയറി വരായിരുന്നു. അവർക്കറിയില്ലായിരുന്നു ഈ വടക്കോട്ടേക്കുള്ള ട്രെയിൻ പോകുന്നുള്ള സംഭവം. ട്രെയിൻ വന്നു, 2 പേരെ തട്ടി. ഒരാൾ സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയാണ്. 73 വയസ്സുള്ള വയോധികയായിട്ടുള്ള മംഗലശ്ശേരി സ്വദേശിനി സാവിത്രി ചന്ദ്രൻ എന്ന് പറയുന്ന വയോധിക സ്പോട്ടിൽ തന്നെ മരിച്ചു. സീന ഷാജഹാൻ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത്, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥിതി തന്നെ ഇവിടെ ഒരു അപകടാവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ റെയിൽവേ സ്റ്റേഷനിലുള്ള സ്ഥിതിയിലല്ല ഇവിടുത്തെ പ്ലാറ്റ്ഫോമുകളുടെ ഒരു സ്ഥിതി നിൽക്കുന്നത്. ഇവിടെ കുറച്ച് നാളുകൾക്ക് മുൻപ്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 2014 ഇവിടെ ഒരു പുരുഷ സംഘം, കാരുണ്യ പുരുഷ സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അണ്ടർ പാസേജിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ അണ്ടർ പാസേജ് വരാൻ വേണ്ടിയിട്ട് അവർ MLA MP-നെയൊക്കെ കണ്ട് അവസാനം ഇത് BD ദേവസ്വയുടെ കാലഘട്ടത്തിൽ ഇതൊരു ബഡ്ജറ്റിൽ പരാമർശം വന്നു. പക്ഷേ പൈസ ഒന്നും നീക്കി വെച്ചിട്ടില്ല. ഇത് കുറച്ച് ഇവിടെ നിന്നും തെക്കോട്ടേക്ക് മാറി ഒരു അണ്ടർ പാസേജ് ആയിരുന്നു ഇവിടെ വരാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് പിന്നീട് നടന്നില്ല. ഇവിടുത്തെ ഒരു പ്രധാന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ട്രാക്ക് ഇവിടെ ഒരു വളവുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഈ JTS ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ ദേവമാത റോഡിലേക്ക് കടക്കാൻ വേണ്ടി ഫസ്റ്റ് ട്രാക്ക് ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറുമ്പോൾ സ്വാഭാവിക ട്രാക്കിന് ഒരു വളവുണ്ട്. പിന്നെ ഈ ഇടഭിത്തിയും. അത് കാരണം കൊണ്ട് ട്രെയിൻ വരുന്നത് അറിയില്ല, അപകടങ്ങൾ സംഭവിക്കുന്നു. ഇന്നും അതുപോലെ ഒരു മരണം സംഭവിക്കുന്നു. ആളുകൾക്ക് മരിക്കാനുള്ളതല്ല റെയിൽവേ ട്രാക്ക്. പൊതുവിൽ ഈ കൊരട്ടി ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ട്രെയിൻ തട്ടി മരണങ്ങളുടെ ഒരു കേന്ദ്രമാണ്. നമ്മുടെ കൊരട്ടി ബീവറേജിൻ്റെ തൊട്ട് താഴെയുള്ള പ്രദേശം, ഈ പ്രദേശങ്ങളൊക്കെ പറഞ്ഞാൽ മാസത്തിൽ 2 മരണം ഉറപ്പാണ്. മാസത്തിൽ 2 മരണം. അപ്പോൾ ഇങ്ങനൊരു സ്ഥിതിവിശേഷത്തിൽ ഇപ്പോൾ ഇന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു മരണം നടന്നിരിക്കുകയാണ്. അപകടം പറ്റിയ മറ്റൊരു സ്ത്രീ വളരെ ഗുരുതരാവസ്ഥയിൽ അപ്പോളോ ഹോസ്പിറ്റലാണ്. 2 മേജർ സർജറി ഉടൻ തന്നെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള അപകടാവസ്ഥയിലുള്ള സ്ഥലങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതും റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി ഇടപെടൽ നടത്തേണ്ടതും ജനപ്രതിനിധികളാണ്, ഗവൺമെൻറ്റാണ്, സർക്കാർ സംവിധാനങ്ങളാണ്. മരണങ്ങൾ ഇവിടെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ ഒരു മരണ റെയിൽവേ സ്റ്റേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വേണം. എന്താണ് ഇതിനൊരു പോംവഴി? ഒരു മേൽപ്പാലമോ ആളുകൾക്ക് അപ്പുറത്തേക്ക് കടക്കാനായിട്ടുള്ള സംവിധാനങ്ങളോ എന്തായിരുന്നാലും വേണ്ടത് ആവശ്യമാണ്. ഇതുപോലെ തന്നെയാണ് ഡിവൈൻ റെയിൽവേ സ്റ്റേഷനും അടിക്കടി ഉണ്ടാകുന്നത്. അവിടെയും ഇതുപോലെ തന്നെയാണ്. 2 സൈഡിലേക്കുള്ള ആളുകളാണ്. അപ്പുറത്തും ആളുകൾ താമസിക്കുന്ന ആളുകൾ അവിടെ നിന്ന് ക്രോസ് ചെയ്യുന്ന സമയത്ത് അപകടങ്ങളുണ്ടാകുന്നു. തീർച്ചയായിട്ടും വിഷയത്തിൽ സത്യപരമായ ഒരു ഇടപെടൽ ഉണ്ടാവണം. കൊരട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും JFS മീഡിയയ്ക്ക് വേണ്ടി ജയജക്സ്. നന്ദി, നമസ്കാരം.